കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ആലയത്തിൽ ആസ്വദിച്ച് ജീവിച്ച ഒത്തിരി വിശുദ്ധരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുക? തുടക്കത്തിലാണെങ്കിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ കൂദാശ ജീവിതം. മാമോദീസയും സ്ഥൈര്യലേപനമൊക്കെ നമ്മൾ സ്വീകരിക്കുന്നു. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് റെഗുലറായിട്ടുള്ള കുമ്പസാരം, മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കാം. മാരകപാപമില്ലാത്ത അവസ്ഥയിൽ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ, ദിവ്യകാരുണ്യത്തിൽ, ഹോളി കമ്മ്യൂണിയനിൽ സ്വീകരിക്കുക. അങ്ങനെയുള്ള കൂദാശ ജീവിതം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു ക്രിസ്ത്യാനി ഒരു ദിവസം 24 മണിക്കൂറിൽ ഈശോയെ സ്വീകരിക്കണ്ടേ? ഈശോയാകുന്ന ആ ഭക്ഷണം ഈശോ തന്നെ തന്നതാണ്. ആ ഭക്ഷണം നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം. യു ബിക്കം വാട്ട് യു ഈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഈശോയെ ഭക്ഷിച്ച് ഈശോയോട് അനുരൂപപ്പെടണം. ഈശോയെ പോലെ ആയിത്തീരണം. അപ്പോൾ ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ കൂദാശ ജീവിതം. രണ്ടാമതായിട്ട്, ദൈവവചനം ഭക്ഷിക്കുന്നവരാകണം. ജീവൻ്റെ അപ്പം ഭക്ഷിക്കുന്നു, പിന്നെ ജീവൻ്റെ വചനം ഭക്ഷിക്കുന്നു. ദൈവവചനം പറയുന്നുണ്ട്, മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അനുദിനം ആത്മീയ ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവവചനമാകുന്ന ഭക്ഷണം നമ്മൾ ഉള്ളിലാക്കിയിരിക്കണം. ദൈവവചനം ആദ്യം ഉറക്കെ വായിക്കണം, നമ്മൾ തന്നെ കേൾക്കണം. അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കണം.